അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഭാഗം 17. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1500 സ്വഹാബത്തും ഹുദൈബിയയിലെത്തി. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ യാത്രയാണ്. ആ സമയത്ത് മക്കക്കാരായ ഖുറൈശികൾ ഉംറ ചെയ്യുന്നതിനെ തടഞ്ഞപ്പോൾ ഹുദൈബിയയിൽ സ്വഹാബത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങേണ്ടി വന്നു. അങ്ങനെ ആ സ്ഥലത്തിൽ വെച്ചിട്ടാണ് ഹുദൈബിയയിൽ വെച്ച് സ്വഹാബത്തിന് കുളിക്കാനും കുടിക്കാനും വെള്ളമില്ലാത്ത പ്രയാസമുണ്ടായപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വലിയ വിഷമത്തോടുകൂടി സ്വഹാബത്ത് വന്നു. നബി തങ്ങളോട് സ്വഹാബത്ത് വിഷമത്തോടുകൂടി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മാലക്കും, എന്താ പ്രശ്നം, എന്താ വലിയ ബേജാറിൽ കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ് ലൈസ ഇൻദനാ മാഉൻ നതവല്ലഉ ബിഹി വലാ നശ്റബു ഇല്ലാ മാ ഫീ റക്വതിക. തങ്ങളുടെ മുമ്പിലുള്ള ചെറിയൊരു ഗ്ലാസ്സിലുള്ള വെള്ളമല്ലാതെ, ചെറിയൊരു തോൽപാത്രത്തിലുള്ള വെള്ളമല്ലാതെ നമുക്ക് വുളു എടുക്കാനോ കുളിക്കാനോ വെള്ളമില്ലാത്ത സ്ഥലത്തിലാണ് ഞങ്ങൾ കുടുങ്ങിയത്. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോൽപാത്രം, ചെറിയൊരു പാത്രത്തിലുള്ള ആ വെള്ളപ്പാത്രം മുമ്പിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. അതിനെ മുന്നിൽ വെച്ചു. തങ്ങളുടെ ആ 2 വിരൽ ആ പാത്രത്തിൽ വെച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്ന് പറയാം, ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസ്വാബിഇഹി കഅംസാലിൽ ഉയൂൻ. ഹദീസിൽ പറയുകയാണ്, ചരിത്രത്തിൽ പറയുകയാണ്, കിതാബുകളിൽ കാണാം, കഅംസാലിൽ ഉയൂൻ, വലിയ നദികളിൽ വെള്ളം ഒലിക്കും പോലെ. റഹ്മത്തുൽ ലിൽ ആലമീൻ. വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് തേടി വന്നപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിൻ്റെ നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ സ്വഹാബത്തിന് റഹ്മത്തിൻ്റെ വെള്ളം നൽകുകയാണ്. തങ്ങളുടെ ആ വിരൽ വെച്ചപ്പോൾ ആ വിരലിൻ്റെ ഇടയിൽ കഅംസാലിൽ ഉയൂൻ, നദികളിൽ പൊട്ടി വെളിക്കും പോലെ വെള്ളം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. ഫശരിബന വതവല്ലഅന, ഞങ്ങൾ കുളിച്ചു, ഞങ്ങൾ കുടിച്ചു, ഞങ്ങൾ വുളു എടുത്തു. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടുകാരനായ ജാബിർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുമ്പോൾ, കം കുന്തും യൗമൈദിൻ, അന്ന് എത്ര ആളുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ 1, 2, 3, 10 ആളല്ല, 100 ആളൊന്നും അല്ല. ലൗ കുന്ന മിയത അൽഫിൻ ലക്കാന, 1,00,000 ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നമുക്ക് ആ വെള്ളം മതിയാവുമായിരുന്നു. പക്ഷേ കുന്ന 15 മിഅ, ഞങ്ങൾ 1500 സ്വഹാബത്ത് മാത്രമുണ്ടായിരുന്നത്. 1500 സ്വഹാബത്ത് കുളിച്ചു, കുടിച്ചു, വെള്ളം വുളു എടുത്തു. ഇങ്ങനെയുള്ള വലിയ റഹ്മത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഹുദൈബിയ സന്ധിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത്, തിരിച്ച് മക്കയും മദീനയിലേക്ക് തന്നെ മടങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ഭക്ഷണമില്ലാതെ പ്രയാസം വന്നു. ഭക്ഷണമില്ലാതെ പട്ടിണി പൈച്ചപ്പോൾ ആ സമയത്ത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രയാസം പറഞ്ഞു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്താ ഹമ്മു അൻ യൻഹറു ബഅദ ലഹ്രിഹിം, അവരുടെ ചില വാഹനങ്ങളെ, അവർ വാഹനമായി ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളെ വരെ അറുത്ത് തിന്നട്ടെ എന്നവർ കരുതി. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഉള്ള ഭക്ഷണങ്ങളെല്ലാം ഒരു സുപ്രയിലാക്കുക. അങ്ങനെ എല്ലാവരും അവരുടെ കയ്യിലുണ്ടായിരുന്ന അല്പാൽപ്പം ഭക്ഷണങ്ങളെ എല്ലാം ഒരു സുപ്രയിലാക്കി, എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് തിന്നുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റഹ്മത്ത് അവിടെയും വിതറുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് കൊണ്ട് അതാ അവരെല്ലാം ഇങ്ങനെ ഭക്ഷണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്, തിന്നു. ഫഅകലു ഹത്താ ശബിഉ ജമിയ. പട്ടിണിയായ സ്വഹാബത്ത് എല്ലാവർക്കും മതിയാവത്തക്ക ഭക്ഷണമില്ലാത്ത പ്രയാസപ്പെടുന്ന സമയത്ത് ആ ഉള്ള ഭക്ഷണങ്ങൾ എല്ലാവർക്കും മതിയായി, എല്ലാവരും വയർ നിറച്ചു എന്ന് മാത്രമല്ല, സുമ്മ ഹശൗ ജുർബഹും, അവരുടെ പാത്രങ്ങളിൽ നിറച്ച് സ്റ്റോക്ക് ചെയ്തു വെച്ചു. അത്രത്തോളം അവർക്ക് ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടായി. എന്നിട്ട് അവർ പിന്നീട് പറഞ്ഞു, കുടിക്കാൻ വെള്ളം വേണമല്ലോ, ആ സമയത്ത് വുളു എടുക്കാൻ വെള്ളം, കുടിക്കാൻ വെള്ളം വേണോ, കൈ കഴുകാൻ പോലും വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെറിയൊരു തോൽപാത്രം, അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതിനെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു വലിയൊരു പാത്രത്തിൽ ചൊരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും വുളു എടുക്കുക. അങ്ങനെ എല്ലാവരും വുളു എടുത്തു. കുല്ലുഹും യസുബ്ബൂന സ്വബ്ബ, എല്ലാവരും ഇങ്ങനെ വെള്ളം ചൊരിച്ചു കൊടുക്കുന്നു, വുളു എടുക്കുന്നു, കൈ കഴുകുന്നു, അതുപോലെ മറ്റുള്ള കുടിക്കുന്നു, ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് അവിടെയും സ്വഹാബത്തിന് അവർക്കത് അനുഭവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മത്ത് നമുക്കും നൽകുമാറാകട്ടെ. ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവിടുത്തെ ആ റഹ്മത്ത് നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ഷഫാഅത്ത് നമുക്കും നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.